ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു. ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. അസ്സാം വലൈക്കും. പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് UK മജീദ് മുസ്ലിയാർ. നമ്മൾ ഇയാളെ സംബന്ധിച്ച് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പുതിയ തള്ളാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ് ഒന്നുമല്ല, CM മടവൂരാണെന്നാണ് പറയുന്നത്. ആ മോഡി കേൾക്കണ്ട, ഇയാളെ പിടിച്ചുകൊണ്ട് ഒരു ജയിലിലിടും അല്ലേ. അപ്പോൾ സുൽത്താനുൽ ഹിന്ദ് എന്നിവർ പറയുന്നത് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ഹസൻ സഞ്ചറുകാരനായ ഷിയായിസത്തിൻ്റെ വിളനിലമായ അജ്മീറിൽ മറവിട്ട് കിടക്കുന്ന ആളാണ് സുൽത്താനുൽ ഹിന്ദ്. അപ്പോൾ സുൽത്താനുൽ ഹിന്ദ് ഒന്നുമല്ല, സുൽത്താനുൽ ഹിന്ദിനൊക്കെ ഞങ്ങൾ തള്ളിയേക്കണോ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് CM മടവൂരാണെന്നാണ് പറഞ്ഞത്. ആരായി CM മടവൂർ? ആരാണ് CM മടവൂർ എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും UK മജീദ് മുസ്ലിയാർ നല്ല സുഖത്തിൽ തള്ളുകയല്ലേ, കുറച്ചും കൂടി ഇതന്നെ കുറച്ചും കൂടി നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് CM മടവൂർ ആരാണെന്ന് വ്യക്തമാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷെയ്ഖുന നേടിയെടുത്തത്. അതിൽ നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തരാൻ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഇവർ ഷെയ്ഖുന എന്ന് പറയുന്നത് CM മടവൂരിന് കിട്ടിയതിൽ നിന്ന് കുറേശ്ശെ പേർക്കൊക്കെ കിട്ടണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഇവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എൻ്റെ പൊന്നാര മജീദ് മൗലിയരെ, ഷെയ്ഖുനാക്ക് കിട്ടിയതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ കുതിരവട്ടത്തും ഊളംപാറയിലും അതുപോലെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലെല്ലാം ആളുകളെ കൊണ്ട് നിറയും. നിങ്ങളെയൊക്കെ ചികിത്സിക്കണമല്ലോ ലാസ്റ്റ് അല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥ വരും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവർ ഈ CM മടവൂർ എന്ന് പറയുന്ന ഈ മനുഷ്യനെ എങ്ങോട്ടാണ് ഈ കൊണ്ടെത്തിക്കുന്നത്? ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അള്ളാഹുവിനേക്കാൾ മേലെ എന്ന് പറഞ്ഞപ്പോൾ അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ചില ആളുകൾ സംസാരിക്കുന്നത് കണ്ടോ. പൊന്നു ജനങ്ങളെ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവരുടെ ഓരോ ജൽപ്പനങ്ങൾ, ഓരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ മലച്ചേട്ടി കിടക്കുന്ന ഈ സാധനത്തിനെയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിനെയാണ് ഈ CM മടവൂർ എന്ന് പറഞ്ഞ് ഇവർ ഔലിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേര് CM മുഹമ്മദ് അബൂബക്കർ. ഈ CM എന്നുള്ളത് ചിറ്റടി മേത്തൽ എന്നുള്ളതാണ്. പൂർണ്ണനാമം CM മുഹമ്മദ് അബൂബക്കർ. ജനനം 18 ഓഗസ്റ്റ് 1929. ഓക്കെ. മരണം 1990 ഏപ്രിൽ 30. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ 35 കൊല്ലം. ഈ ഏപ്രിൽ 30 35 കൊല്ലമേ ഉള്ളൂ ഈ സാധനം മരിച്ചിട്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? കോഴിക്കോട് ജില്ലയിലെ മടവൂർ സ്വദേശിയാണ്. അങ്ങനെയാണ് CM ചിറ്റടി മേത്തൽ അബൂബക്കർ എന്നുള്ള ആ പേരുമേ മടവൂരും കൂടി കയറിയത്. ഇനി മരണാനന്തര ജീവിതത്തിലെ മുഖ്യ ജോലികൾ കേട്ടോളിങ്ങൾ. ഇതൊന്നും നുണയല്ല, ഇവർ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇപ്പം നമ്മൾ ഒരെണ്ണം ഇവിടെ കേൾപ്പിച്ചല്ലോ, നിരവധി നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനിയും നമുക്കൊരുപാട് കേൾപ്പിക്കാനുണ്ട്. പൊന്നാര ജനങ്ങളെങ്കിൽ ചിരിക്കരുത്. ഇത് ഇവർ പറഞ്ഞു നടക്കണതാണ്, നമ്മൾ പറഞ്ഞുണ്ടാക്കിയതല്ല, നമ്മൾ നുണ ഉണ്ടാക്കിയതല്ല. നമ്മൾ നുണ പറയാറില്ല എന്ന്. പ്രത്യേകിച്ച് ദീനിൻ്റെ പേരിൽ നമ്മൾ നസീഹത്തായിട്ട് സത്യസന്ധമായിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ മരണാനന്തര ജീവിതത്തിലെ മുഖ്യ ജോലികൾ കേട്ടോളിയും. 1. വിമാനം, കപ്പൽ, തീവണ്ടി എന്നിവ പിടിച്ചു നിർത്തുക. കേട്ടിട്ടുണ്ടല്ലോ കളെ, ഇവർ പറഞ്ഞതാണ്. അടുത്തത്, നടുക്കടലിൽ എൻജിൻ തകരാറിലാവുന്ന കപ്പലിൽ പറന്നിറങ്ങി റിപ്പയർ ചെയ്യുക. വല്ലാത്ത യാതി അല്ലേ. അടുത്തത്, സൗദി ജയിലിൽ കുടുങ്ങിയ മുരീദിനെ പോലീസ് അറിയാതെ ജയിൽ ചാടിക്കുക. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഒരു രാജ്യത്ത് അവിടുത്തെ പോലീസ് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളെ നിയമപരമായിക്കൊണ്ട് ജയിലിലടക്കുകയാണെങ്കിൽ അവിടുത്തെ മഹ്കമ, അവിടുത്തെ കോടതി, അവിടുത്തെ കാലി, ഇവിടുത്തെ കാലിയന്മാരെ പോലല്ല, അവിടുത്തെ ജഡ്ജിമാർ അവർ ശിക്ഷ വിധിച്ചിട്ട് ജയിലിലാക്കുകയാണെങ്കിൽ ഇയാൾ മെല്ലെ പോയിട്ട് ഓലക്കണ്ട് ചാടിച്ചുകൊണ്ടിരുന്ന സൗദി ജയിലിൽ കുടുങ്ങിയ മുരീദിനെ പോലീസ് അറിയാതെ ജയിൽ ചാടിക്കുക. അടുത്തത്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുക. അതെങ്ങനെ കൊടുക്കൽ എന്നുള്ളത് അള്ളാഹു ആലം. കുട്ടിനെ കൊടുക്കണോ അള്ളയാണ്. ഇവിടെ ഇവർ പ്രചരിപ്പിക്കുന്നത് CM മടവൂർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് കേട്ടോളിങ്ങൾ, ഗർഭാവസ്ഥയിലുള്ള പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുക.
വല്ലാത്ത യാതി ഇല്ലേ? അടുത്തത്, ആശുപത്രിയിൽ പോവാത്ത മുരീദന്മാരുടെ ഭാര്യമാരുടെ പേരെടുക്കുക. അടുത്തത്, മാറാ രോഗങ്ങളും മരണവും തടഞ്ഞ് നവജീവൻ നൽകുക. അടുത്തത്, കാറ്റടിച്ച് ഇലയനക്കുക, മഴ പെയ്യിക്കുക, മഴ വേണ്ടാത്തിടത്ത് വെയിൽ കൊടുക്കുക. ഇങ്ങനെ അള്ളാൻ്റെക്കാട്ടിലും വലിയ പണിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്ത ന്യായീകരണ തൊഴിലാളികളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ മനുഷ്യനെക്കുറിച്ച് മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചതാണ്. അതും ഈ കൊറോണ കാലത്തിന് ശേഷം. അതിന് മുമ്പ് കുറച്ചേ പറഞ്ഞുള്ളൂ. അതായത് കാന്തപുരം റസൂലുള്ള CM ഈ കഥയായിട്ടായിരുന്നു പകരം നടന്നിരുന്നത്. എന്നാൽ ഇത്തരം കഥകൾ കൊറോണ കാലത്തിന് ശേഷം ലോക്ക്ഡൗണിൽ ചൊറിയും കുത്തി വീട്ടിലിരുന്ന മൗലിയന്മാർ പറഞ്ഞു വരുത്തിയതാണ്. ഇതിപ്പോൾ അള്ള ചീനേക്കാളും വലുതുപരി ചെയ്യേണ്ടതെന്ന് കണ്ടോളിങ്ങൾ. ഹയാത്ത് കാലത്ത് ഒരു സീത മുസ്ലിയാരായിരുന്ന, സാധാരണ മൗലൂദും മാലയൊക്കെ ഓതിയിട്ട് ചിക്കിളി വാങ്ങി നടന്നിരുന്ന, അവിടുന്ന് കിട്ടുന്നത് തിന്ന് നടന്നിരുന്ന ഒരു മൗലിയരായിരുന്ന, പിന്നീട് ബാക്കിയത്തിൽ പോയി ബാക്കിയത്ത് സ്വാലിയാത്തിൽ നിന്ന് ബാക്കവി ബിരുദം എടുത്ത് വന്നിട്ട് ഏതോ പള്ളിയിൽ ഖത്തീബായിട്ടോ ഇമാമായിട്ടൊക്കെ ജീവിതം അനുഷ്ഠിച്ചിരുന്ന ഒരു സാധാരണ ആവറേജ് മുസ്ലിയാരായിരുന്ന ഈ മടവൂർ മരിച്ച് 10-30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാളെക്കുറിച്ച് ഈ അമാനുഷികതയൊക്കെ ഇവർ പറഞ്ഞു വരത്തിൽ തുടങ്ങിയത്. ചെറിയ തള്ളയെ പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൊറോണ കാലത്ത് വിറ്റ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ഉപയോഗിക്കുകയാണ്, ചൊറിയും കുത്തി വീട്ടിലിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഇവരുടെ ഈ തരത്തിലുള്ള വൃത്തികെട്ട കള്ളക്കറാമത്ത്. കറാമത്തല്ലതേ, കറാമത്ത് ഇങ്ങനെയല്ലേ? കറാമത്ത് അള്ളാൻ്റെ ഔലിയാക്കൾക്കല്ലേ ഉണ്ടാകുക. ഷെയ്ത്താൻ്റെ ഔലിയാക്കൾക്ക് എന്ത് കറാമത്താണ് ചങ്ങായിമാരെ? ഷെയ്ത്താൻ്റെ ഔലിയാക്കൾ നടത്തുന്ന കറാമത്ത് അത് അള്ളാൻ്റെ ഔലിയാക്കളുടെ കറാമത്തല്ല. ഷെയ്ത്താൻ്റെ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. ഒരാൾ ആകാശത്തു കൂടി പറക്കുകയാണെങ്കിൽ, ഒരാൾ ആ അത്ഭുത സിദ്ധികൾ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അത് ഷെയ്ത്താന്മാർക്കും ചെയ്യാൻ കഴിയും എന്നുള്ളത് ജഫ്രി മുത്തുക്കോയത്തങ്ങളല്ലേ പറഞ്ഞത്. അപ്പോൾ ഷെയ്ത്താനെ സേവിക്കുന്നവർക്ക് പലതും അറിയാനും ചെയ്യാനും കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കാര്യം തന്നെയാണ് ആടിനെ പട്ടിയാക്കുക, ആ പട്ടിനെ പേപ്പട്ടിയാക്കുക, അതേപോലെ തന്നെ മഹാത്മാഗാന്ധിനെ ഗോഡ്സേയാക്കുക, ഗോഡ്സേനെ മഹാത്മാഗാന്ധിയാക്കുക. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നഗരസഭയുടെ സ്ഥലത്ത് ഒരു സ്ഥാപനം വരുന്നുണ്ട്, നഗരസഭ നിർമ്മിക്കുന്നൊരു കാര്യം. അതിന് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ തലതൊട്ടപ്പൻ, വർഗീയത മാത്രം കൈമുതലായുള്ള ഹെഡ്ഗേവാറിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ വലിയൊരു നേതാവിൻ്റെ പേരൊക്കെ ഇടുക എന്ന് പറയുന്നത് അത് ഗാന്ധിജിയുടെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം ചെയ്ത് ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളുടെ പേരിടേണ്ടതിന് പകരം ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി അന്നത്തെ കാലത്ത് പലരും ജയിലിൽ കിടന്നിട്ടുണ്ട്. തേങ്ങ കട്ടോനും ജയിലിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു അക്രമികളൊക്കെ ജയിലിലുണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കടന്നു എന്നുള്ളത് അല്ല മഹാനാവുന്നതിൻ്റെ ആ ഒരു കാര്യം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഈ ആടിനെ പട്ടിയാക്കുകയും അതുപോലെ ആ പട്ടീനെ പേപ്പട്ടിയാക്കുകയും അതുപോലെ ആ പേപ്പട്ടിനെ എറിഞ്ഞു കൊല്ലുകയും ചെയ്യുന്ന, ഇത് ആടിനെ എറിഞ്ഞു കൊല്ലുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ CM മടവൂരിൻ്റെ കള്ളക്കറാമത്ത് കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗിനെ ഔലിയാക്കുക. ആടിനെ പട്ടിയാക്കാച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ ആക്കിക്കൂടെ? ആടിനെ പട്ടിയാക്കിയത് എങ്ങനെയാണ്? കാതറാജി ആടിനെ വിൽക്കാൻ പോവുകയാണ്. ആടിനെ വിൽക്കാൻ പോകുമ്പോൾ കാതറാജിനോട് ആളുകൾ കൂട്ടം കൂടി അവർ സെറ്റായിട്ട് പറഞ്ഞു, അല്ല കാതറാജി നിങ്ങളെങ്ങോട്ടാ പട്ടിനെയും കൊണ്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ കാതറാജി പറഞ്ഞു, പട്ടിയല്ല മക്കളെ, ഇത് ആടിനെ വിൽക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അടുത്ത ചന്തയിലെത്തിയപ്പോൾ അവിടുന്ന് ആളുകൾ ചോദിച്ചു, അല്ല കാതറാജി നിങ്ങളെങ്ങോട്ടാ പട്ടിനെയും കൊണ്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ കാതറാജി പറഞ്ഞു, മക്കളെ ഇത് ആടല്ലേ, നിങ്ങളെ കണ്ണൊക്കെ പൊട്ടിക്കുക എന്നും ചോദിച്ചിട്ട് മൂപ്പര് പോയി. അടുത്ത ചന്തയിൽ അല്ലെങ്കിൽ അടുത്തൊരു ചന്തയിലെത്തിയപ്പോൾ അവിടുന്ന് ആളുകൾ ചായപ്പീടിയിൽ നിന്ന് വീടിയും വലിച്ചിരിക്കുന്ന കാക്കാരി ചോദിച്ചു, അല്ല ആചാരക്ക എങ്ങോട്ടാണ് ഈ പട്ടിനെ കെട്ടി വലിച്ച് നിങ്ങൾ പോണെന്ന് ചോദിച്ചു. അപ്പോൾ അത് പട്ടിയല്ല മക്കളെ, ഇത് ആടാണ് എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് ചന്തയിൽ കൊണ്ടുപോയിട്ട് ആടിനെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ വന്നോലൊക്കെ പട്ടിക്ക് എന്താ വില എന്ന് ചോദിക്കണേ. അപ്പോൾ ചെങ്ങായിമാരെ ഇത് പട്ടിയല്ല ഇത് ആടാണെന്ന് പറഞ്ഞപ്പോൾ എന്താ കാതറാക്ക എന്ത് വർത്താനങ്ങൾ പറഞ്ഞു ചോദിച്ച് അവസാനം ഗതി കെട്ടിട്ട് ഇയാൾ ഈ ആടിനെ അയച്ചിട്ട് പട്ടിയാണെന്നും പറഞ്ഞിട്ട് വിട്ടു. ഇതിൻ്റെ പിന്നാലെ കൂടി ആൾക്കാരെ കൊണ്ടുപോയിട്ട് അടുത്തുനിന്ന് എന്തായാലും ആ അവസ്ഥയാണ്. കാതറാക്ക മത്തായിയായി അതുണ്ടായത്. സത്യത്തിൽ CM ഔലിയൊന്നുമല്ല, ഇവർ പറഞ്ഞ് 100 നുണ 1000 നുണ 1,00,000 തവണ പറഞ്ഞിട്ട് അത് സത്യമാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളായിരുന്നു. അത് അവരുടെ ഉപജീവന തന്ത്രമായിരുന്നു. അത് മനസ്സിലാക്കാതെ കുറേ സാധുക്കൾ അതിനു വേണ്ടിയിട്ട്
കുറേ പണവും സമ്പത്തും അതുപോലെ അവരുടെ ആഹ്റവും ദുനിയാവും ഒക്കെ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. കോഴിക്കോട് ഇടിയങ്കര മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ വെച്ച് തനിക്ക് രോഗം പിടിച്ചപ്പോൾ ഏതൊരു സാധാരണക്കാരനെ പോലെയും മരണത്തിന് കീഴടങ്ങിയതാണ്. സ്വാഭാവിക മരണത്തിന് കീഴടങ്ങിയ ഒരു മനുഷ്യനോടാണ് ഇവർ രോഗത്തിന് ശിഫ ചോദിക്കുന്നത്, രോഗം ശിഫയാക്കി തരണേ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇന്നത്തെ ഈ ആമാശയമോഹികളായ മുസ്ലിയാക്കന്മാർ പടച്ചുവിടുന്ന ഈ പച്ച നുണക്ക് CM മടവൂർ ഉത്തരവാദിയല്ല. അയാൾ സാധു, അയാൾക്ക് മാനസിക രോഗം വന്നിട്ട് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ മലശ്ശേരി കിടന്നിട്ട് അവിടുന്ന് എന്തൊക്കെ പിച്ചുമ്പേയും പറഞ്ഞിരുന്നു. അതിനൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തേക്കാം, ആ രോഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇല്ലേ. ആ ഒരു മനുഷ്യനെ പിന്നീട് ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞുണ്ടാക്കിയ പാച്ചക്കളവുണ്ടല്ലോ, അതിനൊന്നും എന്തായാലും CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബ്ബക്കർ മൂപ്പര അതിന് ബാധ്യതയല്ല, മൂപ്പര അതിന് കുറ്റക്കാരനുമല്ല. മൂപ്പര നമ്മൾ പറയണില്ല, മൂപ്പരല്ല പറയണത്. മൂപ്പരെ കുറിച്ച് ഈ പാച്ച നോണിയും പറഞ്ഞു നടക്കുന്ന ഈ താലേക്കെട്ടന്മാരുണ്ടല്ലോ, ഓലോടാണ് നമ്മൾ ഈ പറയുന്നത്. ഓല ഉപജീവന മാർഗ്ഗമാണ് ഈ CM മടവൂര് എന്നുള്ളതാണ്. ഇനി അത് മാത്രമാണോ സഹോദരന്മാരെ? ഈ മനുഷ്യൻ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ മദ്രസയൊക്കെ പഠിപ്പിച്ചിരുന്ന മദ്രസയൊക്കെ പൂട്ടി, അല്ലെങ്കിൽ മദ്രസയൊക്കെ ഒഴിവാക്കി, അതേപോലെ തന്നെ ഭാര്യനെ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്ന മുത്തലാഖ്, ഇസ്ലാമിലില്ലാത്ത മുത്തലാഖും ചൊല്ലിയിട്ട് 15 വർഷക്കാലം മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ മലച്ചേട്ടി കിടന്നു. എങ്ങനെ? പള്ളിക്ക് പോകില്ലെന്ന് മാത്രമല്ല, ജുമക്ക് 27 വെള്ളിയാഴ്ചയും വന്നാൽ പോലും പള്ളിക്ക് പോകാത്ത ആ ഒരു അവസ്ഥയിൽ 15 കൊല്ലം മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ മലച്ചേട്ടി കിടന്ന മനുഷ്യനാണ് ഇവർ ഈ ഔലിയ എന്ന് പറയുന്നത്. പാച്ച നോണയല്ലേ ഇവറ്റ പറയണത്? നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്തിനങ്ങനെ പറയണമെന്നറിയോ? ഈ മനുഷ്യൻ്റെ പേരിൽ ഇവർ കുറച്ച് നാളുകളെ പഴപ്പിക്കുന്നുണ്ട്, കുറച്ച് നാളുകളുടെ കയ്യിൽ നിന്ന് ഇവർ പണം വസൂലാക്കുന്നുണ്ട്, പല തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത് പ്രിയമുള്ളവരെ, ഈ ആൾദൈവം എന്നുള്ളൊരു സംഭവം ഇസ്ലാമിലില്ല, അത് അനുവദനീയമല്ല. നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയെപ്പോലും പ്രവാചകനെപ്പോലും ഖാത്തിമുൽ അംബിയയെപ്പോലും ആദരവ് അധികമായിക്കൊണ്ട് അമിത വർണ്ണനകൾ പാടില്ല എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഇതുപോലൊരു മനുഷ്യനെ, മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ഔലിയാണെന്നും പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ചും കൊണ്ട് നടക്കുന്നത്. ഇതിന് ഇസ്ലാം ഉത്തരവാദിയല്ല, ഇതിന് ഇസ്ലാം ഉത്തരവാദിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഇതിനൊക്കെ ഒരു നീക്കുപോക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ ആത്മീയ ചൂഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആൾദൈവങ്ങൾ, ഔലിയാക്കൾ എന്ന് പേരിട്ടുകൊണ്ട് ആൾദൈവങ്ങൾ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യാത്ത, നോമ്പനുഷ്ഠിച്ചില്ല എന്ന് പോട്ടെ, നോമ്പെടുത്തവനെ മുറിപ്പിക്കുന്ന, നമസ്കരിക്കണമല്ലേ നമസ്കരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ആ ഒരാളുകളെപ്പോലും ദിവ്യപുരുഷന്മാരായി കണക്കാക്കിക്കൊണ്ട് അവരുടെ പേരിൽ ഉറൂസുകൾ നടത്തി, പണപ്പിരിവുകൾ നടത്തി, സ്ഥാപനങ്ങളുണ്ടാക്കി, അതിൻ്റെ പേരിൽ പണമുണ്ടാക്കി അത് തിന്ന് കൊഴുത്ത് നടക്കുന്ന ഈ തലേക്കെട്ടന്മാരെ അവരെ സർക്കാർ ഒരു നിയമമുണ്ടാക്കിയിട്ട് നിലക്ക് നിർത്തുക എന്നുള്ളതാണ്. ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയിൽ ഇങ്ങനെ സംഭവം നടക്കൂല. ഈ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. ഒരു മുസ്ലിയാരോട് ഒരാൾ ചോദിക്കുകയാണ്, 1,24,000 ചില്ലാൻ നബിമാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ നബിമാരിൽ ആരെങ്കിലും ഒരു നബി ഏതെങ്കിലും ജാറ വ്യവസായത്തിൽ അല്ലെങ്കിൽ ജാറത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ വീഡിയോ ഇൻഷാ അല്ലാഹ് ബാക്കിൽ ചേർക്കാൻ കുറച്ചുകൂടി പറയാനുണ്ട്. പ്രബുദ്ധ കേരളത്തിൽ അല്ലെങ്കിൽ പ്രബുദ്ധ സമൂഹത്തിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാനും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയുടെ ആ ഒരു റിസാലത്ത്, മുഹമ്മദ് നബി എന്താണോ നമുക്ക് ഇസ്ലാമായി പഠിപ്പിച്ചതെന്ന് അത് യഥാവിധി ആ ഒരു അർത്ഥത്തിൽ മുസ്ലിമായി ജീവിക്കുന്ന ഞാൻ ഇതുപോലെയുള്ള ഇത്തിൽക്കണ്ണികളായ, ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസക്കാരായ ഒരു CM അല്ല, അല്ലെങ്കിൽ ഒരു CMO അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും മാനസിക രോഗികളല്ല, കോയക്കാക്കയെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനസിക രോഗത്തിൻ്റെ അടിപ്പെട്ട് ജീവിച്ച ആളുകളല്ല. അതുപോലെ തന്നെ കുപ്പസ്വാമി എന്ന് പറയുന്ന ഓച്ചിറപ്പാപ്പ, അതുപോലെയുള്ള ആളുകൾ അവരെല്ലാം കുറ്റക്കാരെ, അവരെയെല്ലാം ഏറ്റി നടക്കുന്ന ഈ പൗരോഹിത്യം കൊണ്ടെത്തിക്കുന്നത് നമ്മെ വളരെ വളരെ മോശപ്പെട്ട ഒരു നിലയിലേക്കാണ് എന്ന് മറക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മുസ്ലിയാരോട് വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത്രയും നിങ്ങൾ മാറ്റിവെച്ചോ. ഇതെന്തായാലും നമ്മൾ പച്ചക്കളവ് കൂടെ പറഞ്ഞിട്ടില്ല, ഉള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് ആർക്കും അന്വേഷിക്കാം. ഞാനിതിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കളവാണെന്ന് തെളിയിച്ചാൽ എൻ്റെ പരിപാടിയെ ഞാൻ നിർത്തിപ്പോയിക്കോളാം. ഇല്ലെങ്കിൽ മനസ്സിലാക്കുക സഹോദരന്മാരെ. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോയിൽ അതിലൊരു മുസ്ലിയാരോട് ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന വളരെ നിസ്സാരമായൊരു ചോദ്യം, അതിന് പോലും ഇവർക്ക് മറുപടിയില്ല എന്നുള്ളതാണ്. കാര്യം എന്താണ്? ഇവരുടെ കയ്യിൽ സത്യമില്ല, അസലില്ല എന്നുള്ളത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ഫോൺ കോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൻ്റെ വീഡിയോ ആവിഷ്കാരമാണ്. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടെ വീഡിയോയിലേക്ക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അതല്ല ഉസ്താദ് നിങ്ങളോട് ചോദിച്ച് പഠിക്കുന്നത്. മുജാഹിദുകൾക്ക് ഒരറിവും ഇല്ല, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ 40 കൊല്ലം ജാറവും നേർച്ച വഴിപാടുമായിട്ട് നടന്ന ഞാൻ മുജാഹിദുകളെ ഒരു ചോദ്യം കേട്ടതാണ് ജാറവും നേർച്ച വഴിപാടും മരിച്ചവരോടുള്ള തേട്ടം ഒഴിവാക്കിയത്. എനിക്ക് നിങ്ങൾ പറയും പോലെ മുജാഹിദുകൾക്ക് ഒരു അറിവും ഇല്ല, പല പോരായ്മ അവരിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി 40 കൊല്ലത്തോളം ജീവിച്ചു ഞാൻ സമസ്ത മതത്തിൽ, അഥവാ ഇന്നും അള്ളാന്റെ ദീനാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളെ മതത്തിൽ. പക്ഷെ അറിവില്ലാത്ത മുജാഹിദുകൾ ഒരു ചോദ്യം ചോദിച്ചു അങ്ങാടിന്ന്. ആ ചോദ്യം 17 കൊല്ലമായി അറിവുള്ള വലിയ കിതാബ് ഒരു നിങ്ങളോട് ചോദിക്കുന്നത്. നാട്ടിൽ 10,000-കണക്കിന് ജാറങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസം ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ മുസ്ലിമാണ് സുന്നിയാണ് ഡോക്ടർ നാസറെ. അപ്പൊ ആ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ആ അറിവില്ലാത്ത മുജാഹിദുകൾ ചോദിച്ചു, ഇത് അള്ളാന്റെ ദീനാണെങ്കിൽ ഇത് ഈ മയ്യത്ത് എടുത്തുകൊണ്ട് വന്ന് ജാറുണ്ടാക്കി മരിച്ചവരെ വിളിച്ച് തേടാൻ ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ദീൻ അള്ളാന്റെ ദീനാണെങ്കിൽ അത് പഠിപ്പിച്ച നബി ഏതാണ്? ഒന്ന് അറിവുള്ള നിങ്ങളോട് ചോദിച്ച് പഠിക്കാൻ നിങ്ങളെ ഭാഷയിൽ അറിവില്ലാത്ത മുജാഹിദുകൾ അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്. അത് 17 കൊല്ലമായിട്ട് അറിവുള്ള നിങ്ങളിപ്പം പുതിയ പുതിയ ജാറങ്ങൾ ഉണ്ടാക്കുക. കൂറ തങ്ങളെ ജാറം വരങ്ങൾ ഉണ്ടാക്കി. ഇനി കാന്തോരം മൊയ്ലാരി മരിച്ചാൽ ഇസ്തിഗാസക്ക് ഒരു ജാറ അതും ഉണ്ടാവും. പക്ഷെ ഇത് അള്ളാന്റെ ദീനാണെങ്കിൽ ഏത് നബിയാണ് മയ്യത്തെടുത്തു കൊണ്ടുവന്ന് ജാറുണ്ടാക്കി മരിച്ചവരെ വിളിച്ച് തേടാൻ ഖുർആൻ ഓതി പഠിപ്പിച്ച സുന്നിയായ നബി എന്ന് ചോദിച്ചാൽ അറിവില്ലാത്ത മുജാഹിദുകൾ ചോദിച്ച ആ ചോദ്യം അറിവുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. നിങ്ങളെ മതത്തെ പറ്റി, നിങ്ങളെ വിശ്വാസത്തെ പറ്റി അത് പഠിപ്പിച്ച നബി ഏതാന്ന് ചോദിക്കുമ്പോൾ